ടോപ്പിക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഇന്ത്യയിൽ കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീല് ചെയ്യാൻ വേണ്ടി, അതായത് കോൺട്രാക്റ്റ് നിയന്ത്രിക്കുന്നതിനും കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുമായി നിലകൊള്ളുന്ന ഒരു ലോ ആണിത്. ദി ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 1 സെപ്റ്റംബർ 1872 ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക, ജമ്മു ആൻഡ് കാശ്മീരിൽ അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഇത് അപ്ലിക്കബിൾ ആയത് ആഫ്റ്റർ ദി റിവോക്കേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ആണ് എന്നുള്ളത് ഓർക്കുക. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശ സമയമായിരുന്നു. ഇൻഡിപെൻഡൻസിന് മുമ്പേ നിലവിൽ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോമൺ ലോ ആണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോമൺ ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷ് കോമൺ ലോ ഇന്ത്യൻ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യൻ കോടതികളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിന് 2 പാർട്ടുകളാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ പാർട്ട് 1 ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്ഷൻ 1 to 75 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനകത്ത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജ്, അതേപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ്, കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ്, ബ്രീച്ച്, റെമഡീസ് ഓഫ് ബ്രീച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഇത് ഡീല് ചെയ്യുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് പറയാം. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിനകത്ത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ സം സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 124 to 238 ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, വെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്, ദെൻ ഏജൻസി കോൺട്രാക്റ്റ്, അങ്ങനെയുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ് പാർട്ട് 2-ൽ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിന് നമുക്ക് ഒരു കംപ്ലീറ്റ് ആൻഡ് എക്സോസ്റ്റീവ് കോഡായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതൊരു സമ്പൂർണ്ണ നിയമമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് കോഡ് അല്ല ഈ ഒരു കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ഇറ്റ് ഡീൽസ് വിത്ത് ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് വിത്ത് സം സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഓൺലി. അപ്പോൾ ഇതിനകത്ത് ജനറൽ പ്രിൻസിപ്പിൾസും ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുടെ കേസുകളും മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ടേംസ്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 പ്രകാരമുള്ള ചില ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 2H പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എന്താണ് ഒരു കോൺട്രാക്റ്റ്, എങ്ങനെയാണ് കോൺട്രാക്റ്റിനെ 2H ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോൺട്രാക്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് ഡ്രോൺ ടുഗെദർ എന്നാണ്. അപ്പോൾ ഇവിടെ ഡ്രോൺ ടുഗെദർ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്, നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പാർട്ടീസ്, അതായത് ആരൊക്കെയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്, അവർക്കൊരു കോമൺ മൈൻഡ് സെറ്റ് ആയിരിക്കണം. മീൻസ് ഒരേ ഇൻറ്റൻഷന് വേണ്ടിയായിരിക്കണം അവർ ആ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് ഡ്രോൺ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോൺ ടുഗെദർ കൊണ്ട് മീൻ ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എയും ബിയും എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എയുടെ വീട് ബിക്ക് വിൽക്കാന്നുള്ളതാണ്. അപ്പോൾ എയുടെ വീട് വിൽക്കാൻ എയും തയ്യാറായിരിക്കണം, ബിക്ക് അതേസമയം എ പറയുന്ന റേറ്റിന് ആ വീട് വാങ്ങാനുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഡ്രോൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ മീനിങ്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ് വിച്ച് ദി ലോ വിൽ എൻഫോഴ്സ്. അപ്പോൾ നിയമം അംഗീകരിക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൽ 2 or അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം.
ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതിന് ലീഗാലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2H പ്രകാരം അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇനി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയാനുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്ന കാര്യം, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, എഗ്രിമെൻ്റ് ആണ്. ഒരു എഗ്രിമെൻറ്റിൽ നിന്നാണ് കോൺട്രാക്റ്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എല്ലാ കോൺട്രാക്ട്സും എന്താണ്, എഗ്രിമെൻ്റ് ആണ്. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റുകളും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. അങ്ങനെ പറയാനുള്ള റീസൺ, കോൺട്രാക്റ്റ് എങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ മാത്രമേ ആവുന്നുള്ളൂ, എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ എഗ്രിമെൻറ്റും അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്തായി മാറുന്നുള്ളൂ, കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് പ്രൊപ്പോസൽ ഓർ ഓഫറാണ്. അപ്പോൾ സെക്ഷൻ 2A പ്രകാരമാണ് പ്രൊപ്പോസലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് അനദർ വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈനിങ് ദി അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഹി ഈസ് സെഡ് ടു മേക്ക് പ്രപ്പോസൽ. ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രപ്പോസൽ മീൻ ചെയ്യുന്നത് നമുക്ക് മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം എന്ന ആവശ്യത്തോടെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാമെന്നോ പറയുന്നതിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രപ്പോസലിനെ കോൺട്രാക്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസൽ എന്ത് ചെയ്യണം, മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപ്പോസലിനെ നമുക്ക് പ്രോമിസ് എന്ന് പറയാം. അപ്പോൾ പ്രപ്പോസലിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബിയോട് പറയുകയാണ് എയുടെ വീട് 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണോ എന്ന്. അപ്പോൾ ഇവിടെ എ ബിക്ക് എന്ത് ചെയ്യണം, ഒരു ഓഫർ കൊടുക്കുകയാണ്. അയാളുടെ വീട്, അതായത് എയുടെ വീട് ബിക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബിയുടെ അസെൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിക്ക് ആ വീട് ആ ഒരു റേറ്റിന് പർച്ചേസ് ചെയ്യാൻ സമ്മതമാണോ എന്നുള്ളതും കൂടെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, പ്രോമിസായി. അപ്പോൾ എ ബിക്ക് കൊടുക്കുന്ന ആ ഒരു ഓഫർ, അതാണ് ഇവിടെ എന്ത് പറയുന്നത്, പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓഫർ അവർക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓഫർ കൊടുക്കുന്നത്, വിൽ യു പർച്ചേസ് മൈ ഹൗസ് ഫോർ ₹4 lakh എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വീട് 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത് എന്താണ്, ഓഫറാണ്. നെക്സ്റ്റ് പ്രോമിസാണ്. പ്രോമിസ് പറയുന്നത് സെക്ഷൻ 2B ആണ്. അപ്പോൾ പ്രോമിസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വെൻ ദി പേഴ്സൺ ടു ഹൂം ദി പ്രപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹീസ് അസെൻറ്റ് ദെയർടു ദി പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി ആക്സെപ്റ്റഡ്. എ പ്രപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓഫർ കൊടുത്തു, ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, പ്രോമിസായിട്ട് മാറി. എൻ ആക്സെപ്റ്റഡ് പ്രപ്പോസൽ ഈസ് എ പ്രോമിസ്. അപ്പോൾ ഈ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നത്, പേഴ്സൺ മേക്കിംഗ് ദി ഓഫർ ഈസ് നോൺ ആസ് ദി ഓഫറർ, പ്രപ്പോസർ ഓർ പ്രോമിസർ. അപ്പോൾ ആരാണോ ആ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ ആരാണോ ഓഫർ വയ്ക്കുന്നത് അവരെ നമുക്ക് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയാം. ദി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്, ആർക്കാണോ ആ ഓഫർ കൊടുക്കുന്നത് അവരെ നമ്മൾ പറയുന്നത് ഓഫറി ഓർ പ്രപ്പോസി. When the offerer accepts the offer, he is called the acceptor or promisee. അപ്പോൾ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പിന്നെ നമ്മൾ പറയുന്നത് ആക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസി എന്നാണ്. അപ്പോൾ an offer once accepted becomes a contract. അപ്പോൾ ഒരു തവണ ആക്സെപ്റ്റ് ചെയ്താൽ, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, കോൺട്രാക്റ്റായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ടേം പ്രപ്പോസൽ ഇന്ത്യൻ ലോയിൽ യൂസ് ചെയ്യാണ്, ഓഫർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ യൂസ് ചെയ്യുന്നതാണ്. പ്രോമിസറിനെയും പ്രോമിസിയെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2Cയിലാണ്. അപ്പോൾ ദി പേഴ്സൺ മേക്കിംഗ് ദി പ്രപ്പോസൽ ഈസ് കോൾഡ് ദി പ്രോമിസർ, പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദി പ്രപ്പോസൽ ഈസ് കോൾഡ് ദി പ്രോമിസി. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ C പ്രകാരമാണ് പ്രോമിസറിനെയും പ്രോമിസിയെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2D ആണ്.
ഡിസ്കസ് ചെയ്യുന്നത് കൺസിഡറേഷനാണ്. അപ്പോൾ സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്താണ് കൺസിഡറേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 2Dയിൽ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ the promisee or any other person has done or abstained from doing or promises to do or to abstain from doing something, such act or abstinence or promise is called a consideration for the promise. ഇവിടെ കൺസിഡറേഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ബെനഫിറ്റാണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മ്യൂച്വൽ ബെനഫിറ്റ് ഉണ്ടായിരിക്കണം. കോൺട്രാക്ച്വൽ പാർട്ടികൾക്ക് ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മളിവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എയും ബിയും തമ്മിലുള്ളത്. അപ്പോൾ എ ബിക്ക് എയുടെ കയ്യിലുള്ള 4 ലക്ഷത്തിൻ്റെ വീട് കൊടുക്കുക എന്നുള്ളത് എഗ്രിമെൻറ്റ് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്തു. ലീഗലി എൻഫോഴ്സിബിലിറ്റി വന്നതുകൊണ്ട് തന്നെ അതിന് ഒരു കോൺട്രാക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ആ കോൺട്രാക്റ്റിനകത്ത് കൺസിഡറേഷൻ വേണം. അപ്പോൾ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിന് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. എ ബിക്ക് 4 ലക്ഷത്തിൻ്റെ വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ബിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വീടാണ്. അതേസമയം എക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 ലക്ഷം രൂപ. അപ്പോൾ 2 പേർക്കും എന്തുണ്ട്? ഒരു മ്യൂച്വൽ ബെനഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ മ്യൂച്വൽ ബെനഫിറ്റിനെയാണ് ഇവിടെ നമ്മൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ക്വിഡ് പ്രോക്കോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന സമയത്ത് അത് ആഡിക്വേറ്റ് ആയിരിക്കണം എന്നില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അതായത് ഒരേ വാല്യൂ തന്നെ എന്ത് ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വാല്യൂ കൂടിയ സാധനങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിലാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ബെനഫിറ്റും മറ്റൊരാൾക്ക് അതേ ബെനഫിറ്റ് തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം എന്നില്ല. പക്ഷേ ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. So consideration is one of the essential element to support a valid contract as specified in section 10 of the Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 10 പ്രകാരം ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ കൺസിഡറേഷൻ എസെൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ സെക്ഷൻ 25 ചില എക്സെപ്ഷണൽ കേസുകൾ പറയുന്നുണ്ട്. അതായത് ആ എക്സെപ്ഷണൽ കേസുകൾ പ്രകാരം ഉള്ള കോൺട്രാക്റ്റുകളിൽ കൺസിഡറേഷൻ നിർബന്ധമല്ല. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റും ഒക്കെ വാലിഡ് തന്നെയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻസ്, അതേപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ വളണ്ടറി സർവീസ്, ദെൻ പ്രോമിസ് ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ നിർബന്ധമല്ല. പക്ഷേ ഈ ഒരു എക്സെപ്ഷൻ കേസുകളല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? വോയിഡാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. ഇപ്പോൾ വോയിഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ വാലിഡ് അല്ല എന്നുള്ളത് മാത്രം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയറായിട്ട് പറയുന്നത് ഒരു ലാറ്റിൻ മാക്സിമത്തിലാണ്, എക്സ് നുഡോ പാക്ചോ നോൺ ഐറിറ്റർ ആക്ഷിയോ. അതായത് ഇത് മീൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് എ നാക്ഡ് പാക്ട് നോ കോസ് ഓഫ് ആക്ഷൻ എറൈസസ്. അപ്പോൾ എന്തെങ്കിലും ഒരു റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ആക്ഷൻ എറൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. കൺസിഡറേഷൻ ഇൻ ഇറ്റ്സ് ക്രൂഡ് മീനിങ് ഈസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ കൺസിഡറേഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു റിട്ടേൺ 2 ആളുകൾക്കും, ഒരു ബെനഫിറ്റ് 2 ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു എന്താണോ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. വെൻ എ പാർട്ടി ടു എൻ എഗ്രിമെൻറ്റ് പ്രോമിസസ് ടു ഡു സംതിങ് he should be bestward
with something returning. This something is the consideration. നെക്സ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടേം സെക്ഷൻ 2E ആണ്. അപ്പോൾ എഗ്രിമെൻ്റ് ആണ് സെക്ഷൻ 2Eയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എഗ്രിമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അതായത് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസിന് കൺസിഡറേഷൻ ഫോം ചെയ്ത് കൊടുക്കുന്ന പ്രോമിസിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ടി ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വയ്ക്കുകയും മറ്റൊരു പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത്. An agreement involves a valid offer by one party and a valid acceptance by the other party. സോ നമുക്കൊരു എഗ്രിമെൻറ്റിനെ ഇങ്ങനെ പറയാൻ സാധിക്കും, എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. അതായത് അവിടെ ഒരു ഓഫറും ഉണ്ടായിരിക്കണം, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് എന്തായി മാറുന്നുള്ളൂ, കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എഗ്രീസ് ടു ബൈ ബീസ് കാർ ഫോർ ₹50,000. എ എഗ്രി ചെയ്യുകയാണ് ബിയുടെ കാർ 50,000 രൂപയ്ക്ക് വാങ്ങിക്കുക എന്നുള്ളത്. ഇതെന്താണ്, ഒരു കോൺട്രാക്റ്റുമാണ്, അതേപോലെ അതൊരു എഗ്രിമെൻറ്റുമാണ്. ഇനി എ ഇൻവൈറ്റ് ബി ടു ഡിന്നർ ആൻഡ് ബി എഗ്രീസ്. ബിയെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തു, ബി അത് എഗ്രി ചെയ്തു, പക്ഷേ അതെന്തല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. ദിസ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബട്ട് നോട്ട് എ കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവുന്നത് അതിന് ലീഗലി എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവുന്ന സമയത്താണ്. അപ്പോൾ ഒരു എഗ്രിമെൻ്റായിട്ട് തന്നെ നിലനിൽക്കുന്ന ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്ന് എഗ്രിമെൻറ്റ് നോട്ട് ഇൻറ്റൻറ്റഡ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാത്തതാണെങ്കിൽ അത് എഗ്രിമെൻറ്റ് തന്നെയായിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് നോട്ട് മെയ്ഡ് വിത്ത് ദി ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. അപ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആളുകളുടെ കൺസെൻറ്റ് ഇല്ലാതെ നമ്മൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എഗ്രിമെൻ്റ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റുകളും എന്താവണമെന്നില്ല, കോൺട്രാക്റ്റ് ആവണമെന്നില്ല. നെക്സ്റ്റ് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് അല്ലെങ്കിൽ മ്യൂച്വൽ പ്രോമിസ് എന്നും പറയാം. Promises which form the consideration for each other are called reciprocal promises. Reciprocal promise എന്ന് പറയുന്നത് പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാളുകളുടെയും കൺസിഡറേഷൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്നും പറയാം. നെക്സ്റ്റ് ടേം വോയിഡ് എഗ്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2G ആണ്. An agreement not enforceable by law is said to be void. അതായത് ലോ എൻഫോഴ്സ് ചെയ്യാത്ത എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലോ വോയിഡായിട്ട് കരുതുന്ന കാര്യങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകൾ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻറ്റ്സുകളും എന്തായിരിക്കും, വോയിഡ് എഗ്രിമെൻറ്റ്സ് ആയിരിക്കും. സോ ലോ എൻഫോഴ്സ് ചെയ്യാത്ത എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എ പണം കൊടുക്കാമെന്ന് പറയുകയാണ് ബിയോട്. ബി പക്ഷേ ചെയ്യേണ്ടത് സിയുടെ വീട് കത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീട് കത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ അവിടെ ഈ ബി എക്ക് വേണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ എ ക്യാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമസഹായം കിട്ടില്ല. കാരണം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു അൺലോഫുൾ ആയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് കോടതി നടപടികൾ വഴി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, സെക്ഷൻ 2G പ്രകാരം വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എഗ്രിമെൻറ്റ് മെയ്ഡ് ബൈ ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺസ്, അതായത് കോമ്പിറ്റ് പേഴ്സൺസുമായിട്ട് മാത്രമേ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൊരു ലോ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻകോമ്പിറ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്,
ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ദെൻ എഗ്രിമെൻറ്റ് ദി ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് വിച്ച് ഈസ് അൺലോഫുൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഇത് മീൻ ചെയ്യുന്നത് ആ ഒരു എഗ്രിമെൻറ്റ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ്? വോയിഡ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ടേം വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 2(i)ലാണ് വോയിഡബിൾ കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ: എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദി പാർട്ടീസ് ദെർടു ബട്ട് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ ഓർ ദി അതേഴ്സ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പോൾ അതായത് നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടാളുകളും, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം. അവർക്ക് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സ്വമേധയാ അവർ എൻ്റർ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നോർമലി ഒരു കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് ആവുന്നത് ഈ ഒരു കൺസെൻറ്റ്, ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ കൊയേഷൻ, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ മിസ് റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആവുന്നത് എങ്ങനെയാണ്? വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി. ഒരാളുടെ കാഴ്ചപ്പാടിലായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്കായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? കുഴപ്പം പറ്റുന്നുണ്ടാവുക. ആ കുഴപ്പം പറ്റുന്ന അഗ്രീവ്ഡ് പാർട്ടിയുടെ ഓപ്ഷൻ പ്രകാരമായിരിക്കും ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആവുന്നത്. ഒരു എക്സാമ്പിളാണ് എ പ്രോമിസസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹3 lakh. അപ്പോൾ അതൊരു ഒരു എഗ്രിമെൻ്റാണ്. എ എന്ത് ചെയ്യാണ്? പ്രോമിസ് ചെയ്യാണ് ബിക്ക് 3 ലക്ഷം രൂപയ്ക്ക് വീട് വിൽക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് എയുടെ കൺസെൻറ്റ്, ഈ വീട് അയാളെ കൊണ്ട് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എയുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് യൂസ് ബൈ ഫോഴ്സ് ആണെന്ന് കരുതുക. അയാളെ ബലപ്രയോഗം നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ വിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് എ. നെക്സ്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2(j)ലാണ്. A contract which ceases to be enforceable by law becomes void when it ceases to be enforceable. അതായത് എ കോൺട്രാക്റ്റ് ദാറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഈസ് സെഡ് ടു ബി എ വോയിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അങ്ങനെ ലോ എൻഫോഴ്സ് ചെയ്യാത്ത കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വോയിഡ് എഗ്രിമെൻറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് എന്തായിരിക്കും? വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. എ കോൺട്രാക്റ്റ് കമ്മിങ് ഔട്ട് ഫ്രം എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്റ്റ് അബ് ഇനീഷ്യോ. അപ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ അതെന്താണ്? വോയിഡ് ആയിരിക്കും. സോ സെക്ഷൻ 2 പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടേംസ്: പ്രൊപ്പോസൽ, സെക്ഷൻ 2(a) പ്രോമിസ്, സെക്ഷൻ 2(b) പ്രോമിസർ ആൻഡ് പ്രോമിസി, സെക്ഷൻ 2(c) കൺസിഡറേഷൻ, സെക്ഷൻ 2(d) എഗ്രിമെൻറ്റ്, സെക്ഷൻ 2(e) റെസിപ്രോക്കൽ പ്രോമിസ്, സെക്ഷൻ 2(f) വോയിഡ് എഗ്രിമെൻറ്റ്, സെക്ഷൻ 2(g) കോൺട്രാക്റ്റ്, സെക്ഷൻ 2(h) വോയിഡബിൾ കോൺട്രാക്റ്റ്, സെക്ഷൻ 2(i) വോയിഡ് കോൺട്രാക്റ്റ്, സെക്ഷൻ 2(j). Thank you.